Meet the editors. സ്മൃതി, ഐക്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഹൈപ്പുണ്ടായി. നമ്മളെല്ലാവരും കൗതുകത്തോടെയാണ് നോക്കിയത് എങ്ങനെയാണ് ഈ ഐക്യം ഇവോൾവ് ചെയ്ത് വരുന്നത്. ഈ ഹിന്ദു മഹാമണ്ഡലം പോലെ വലിയൊരു സമ്മേളനമൊക്കെ നടക്കുമോ, ഒന്ന് പെരുന്നയിൽ നടന്നതുപോലെ, പിന്നീട് കൊല്ലത്ത് നടന്നതുപോലെ. പക്ഷേ അത് പിറക്കുന്നതിന് മുമ്പ് തന്നെ ഐക്യം ചത്തകുഞ്ഞായി മാറിയോ? ഈ ചത്തകുഞ്ഞ് എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ നടത്തിയത് വെള്ളാപ്പള്ളി നടേശനാണ്. വളരെ മുമ്പ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഐക്യം ഒരു ചത്തകുഞ്ഞാണ് എന്ന് പറയുകയായിരുന്നല്ലോ വെള്ളാപ്പള്ളി. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം അങ്ങനെ തന്നെ ഇട്ടത്. ഏതായാലും ഐക്യം ചത്തകുഞ്ഞാണ് എന്ന് കൃത്യമായി ഇന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലും ഇനി ഐക്യത്തിന് സാധ്യതയില്ല, അത് അടഞ്ഞ അധ്യായമാണ് എന്ന് അദ്ദേഹം വളരെ തീർത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. ആദ്യം ഞാൻ NSS ജനറൽ സെക്രട്ടറിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ വർഗീയ തൊഴുത്തിൽ NSSനെ കൊണ്ട് കെട്ടേണ്ട എന്ന തീരുമാനം വളരെ വൈകാതെ തന്നെ ഒരു 9 ദിവസത്തെ ഇടവേളയിൽ അദ്ദേഹം എടുത്തു എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ ചില കാര്യങ്ങളുണ്ട് എന്നിരിക്കലും പൊതുവായി ഐക്യപ്പെടാനുള്ള സാഹചര്യമില്ല. ഐക്യത്തിന് SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക്, ഞാൻ പറയുന്നു SNDP യോഗത്തിനല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഐക്യപ്പെടാനുള്ള കാരണങ്ങളുണ്ട്. അതായത് SNDP യോഗത്തിനെതിരെയല്ല നമ്മളുടെ ചർച്ച എന്നാണ് ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് വെള്ളാപ്പള്ളി എടുത്തു പറയുന്ന ഈഴവ വിരോധം, ഈഴവർക്കെതിരായ പ്രതികരണം എന്ന് എടുത്തു പറയുന്നതുകൊണ്ട് അങ്ങനെയല്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം, ആ ദൗത്യത്തിൻ്റെ മെഗാഫോൺ ആകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് NSS ജനറൽ സെക്രട്ടറി എത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. അതിലേക്ക് എത്തുന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്ന് നടന്ന യോഗത്തിൻ്റെ കാര്യം തന്നെ പറയാം. ഇന്നത്തെ ബോർഡ് യോഗം സാധാരണ ചേരുന്ന ബോർഡ് യോഗമല്ല. ബോർഡിൽ 27 അംഗങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ചേർന്നിരിക്കുന്ന ബോർഡ് യോഗം ഈ ഐക്യവുമായി ബന്ധപ്പെട്ട, അതായത് ഐക്യ ആഹ്വാനവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനായിരുന്നു. ആ ചർച്ചയിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ പുറത്തേക്ക് നമ്മൾ വായിച്ച ആ പ്രമേയവുമായിട്ടാണ് ജനറൽ സെക്രട്ടറി അവിടേക്ക് എത്തുന്നത്. ആ പ്രമേയം എടുത്തുകൊണ്ടുവരികയും അത് വായിക്കുകയും എല്ലാവരും അതിനോട് ഐക്യപ്പെടുകയായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഐക്യകാഹളമാണ് ഏറ്റെടുത്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഈ യോഗത്തിന് എത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൽ എതിർപ്പുണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി സുകുമാരൻ നായർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഐക്യപ്പെടാനുള്ള കാരണം? നമ്മൾ കണ്ടതാണ്. അതിസാധാരണമായ തുടർ വാർത്താ സമ്മേളനങ്ങളായിരുന്നു. ആദ്യം വെള്ളാപ്പള്ളി എത്തുന്നു. വെള്ളാപ്പള്ളി എത്തിയിട്ട് ഐക്യത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെതിരെ ചില ഭത്സനങ്ങൾ നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം പോകുന്നു. 10 മിനിറ്റ് ഇടവേളയ്ക്കകം സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുന്നു. ഐക്യത്തിൻ്റെ സാഹചര്യം, കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം തൊട്ടു പിന്നാലെ അതേ രീതിയിൽ, അതേ പാറ്റേണിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതികരണം നടത്തുന്നു. വെള്ളാപ്പള്ളിക്ക് VD സതീശനെതിരെ പറയാനുള്ള സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വർഗീയ പ്രതികരണങ്ങൾ, വർഗീയ പ്രസംഗങ്ങൾ ഇവിടെ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടവും വർഗീയ പ്രസംഗങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ കാറിൽ കയറ്റിയതുമൊക്കെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും വെള്ളാപ്പള്ളിക്ക് അതിൽ നീരസമുണ്ട്, അത് അദ്ദേഹം പ്രതികരിക്കുന്നു. എന്നാൽ എന്താണ് സുകുമാരൻ നായർക്ക് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടൊരു വിഷയം? ഈ സമകാലീന രാഷ്ട്രീയത്തിൽ എന്തായാലും ഒരു വിഷയമില്ല. മുൻപ് പറഞ്ഞ തിണ്ണനിരങ്ങൽ പ്രയോഗം ശരിയാണ്. മുമ്പ് പറഞ്ഞ തിണ്ണനിരങ്ങൽ പ്രയോഗത്തെ അദ്ദേഹം തന്നെ അത് മയപ്പെടുത്തിക്കൊണ്ട് സാമുദായിക നേതാക്കളുടെ അടുത്ത് പോയി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കണ്ട എന്ന രൂപത്തിലേക്ക് അത് പിന്നീട് ആ വാചകം തന്നെ മാറ്റി പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹത്തിന് ആ പിഴവ് മനസ്സിലായി എന്നുള്ളതാണ്. നമുക്കറിയാം, പല രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട്, ഞാൻ കോൺഗ്രസിലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ, പല രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർക്ക് ആദ്യം എതിർപ്പുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് ഡൽഹി നായർ എന്ന് പറയുന്ന തരൂരിനെ പിന്നീട് പൊന്നാടയണിച്ച് സ്വീകരിച്ച് സമ്മേളനത്തിൽ വിളിച്ചത്. അതേപോലെ ഈ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ചെന്നിത്തലയ്ക്ക് വേണ്ടി താക്കോൽ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് സുകുമാരൻ നായർ. ആ താക്കോൽ സ്ഥാനം ആവശ്യപ്പെടുന്നു. താക്കോൽ സ്ഥാനം ആവർത്തിച്ച് പറഞ്ഞതോടുകൂടി പ്രതിരോധത്തിലാകുന്നുണ്ട് രമേശ് ചെന്നിത്തല. എനിക്ക് വേണ്ട ഈ പിന്തുണ എന്ന് പരസ്യമായി പറയേണ്ട ഘട്ടത്തിലേക്ക് ചെന്നിത്തല എത്തുന്നുണ്ട്. ഇപ്പോൾ ചെന്നിത്തലയായിട്ട് നല്ല ബന്ധമാണെങ്കിലും ഇവിടെ എപ്പോഴും വരുന്ന ഒരാളല്ല എന്നാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കൂടി പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ നേതാക്കളുമായി ഈ ചില സമവാക്യങ്ങൾ, ചില പേഴ്സണൽ ബന്ധത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഐക്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ആ ഐക്യപ്പെടൽ എന്താകുന്നു? കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ വെള്ളാപ്പള്ളി പറയുന്നതിനൊപ്പം നിന്നുകൊണ്ട് സുകുമാരൻ നായർ പ്രതികരിച്ചാൽ അതിലുള്ള അപകടം, അദ്ദേഹം പറയുന്ന വർഗീയതയ്ക്ക് സുകുമാരൻ നായർ കുടപിടിക്കുകയാണെന്ന് വരും. ആ വർഗീയതയെ ശരിവെക്കുകയാണെന്ന് വരും. ആ ശരിവെക്കൽ നമുക്ക് ചേർന്നതല്ല, നമ്മുടെ സംവിധാനത്തിന് ചേർന്നതല്ല എന്ന് NSS ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പൊതുവെ NSS എടുത്തിട്ടുള്ള സമീപനം. പല ഘട്ടങ്ങളിലായി സമുദായത്തിന് വേണ്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യത്തിനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊഴിച്ചാൽ പൊതുവെ സെക്കുലർ സമീപനം എടുക്കുകയും വർഗീയ പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള
ഒരു പക്വത എല്ലാ കാലത്തും NSS കാണിച്ചിട്ടുള്ളതാണ്. ആ പക്വതയിൽ നിന്ന് മാറിക്കൊണ്ട് സുകുമാരൻ നായർ പ്രതികരിക്കുകയാണോ എന്ന് തോന്നിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി പറയുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവായ കാര്യം എന്ന നിലയ്ക്ക് സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഇടത് സർക്കാരും NSSുമായിട്ടും ഒരേ സമയം വെള്ളാപ്പള്ളിയുമായിട്ടുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അതുവഴി ഈ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രവർത്തനം അതുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിൽ കൃത്യമായും CPM-ന് വേണ്ടി പ്രവർത്തിച്ചു വന്നത് VN വാസവനാണ്, മന്ത്രി VN വാസവനാണ്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ ഒരു തിരിച്ചടിയായി കൂടി ഇത് മാറുകയാണ്. കാരണം ഒരു ഹിന്ദു ഐക്യം എന്നുള്ളത് സാധാരണയായി BJP ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിലും ഈ സമയത്ത് ആ ഐക്യം കൊണ്ട് ഗുണഭോക്താക്കളാക്കാൻ ശ്രമിച്ചിരുന്നത് CPM ആണ്. അതുവഴി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് ഏതാണ്ട് കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷ വോട്ട് അത് ഏകീകരിക്കുക എന്നൊരു ശ്രമത്തിലേക്ക് പോകുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് VN വാസവനായിരുന്നു. അതിന്റെ ശ്രമമായിട്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരിനെയും വെള്ളപ്പള്ളിയും ഒക്കെ ഒരുമിച്ചെത്തിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം സർക്കാരിന് ഓർക്കാപ്പുറത്തെ അടിയായിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നു. അതിനുശേഷമുള്ള വിഷയങ്ങളുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെയും പ്രതികരണം പരിമിതപ്പെടുത്തുകയാണ് സുകുമാരൻ നായർ നടത്തിയിട്ടുള്ളത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ്. അതിൽ പോലും അദ്ദേഹം പ്രതികരണം പരിമിതപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ NSS സംഘടനയുടെ ഐക്യം അല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് ബോർഡിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നിലപാട് ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് അത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ബോധ്യം വന്നു. അത് പലപ്പോഴായി ആ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് വരേണ്ടതില്ല എന്ന് തുഷാറിനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്. തുഷാർ മകനെ പോലെ വാതിൽ തുറന്നിടുന്നു എന്ന് പറയുന്ന സുകുമാരൻ നായരാണ് ഇന്ന് പറയുന്നത്. തുഷാറിനെ എന്തിനയക്കണം? തുഷാർ വരുന്നത് എന്തിനാണ്? തുഷാർ BDJSന്റെ പ്രതിനിധിയാണ്. BDJS എവിടെയാണ് കിടക്കുന്നത്? NDA ആണ്. അപ്പോൾ NDAയുടെ പ്രതിനിധിയെ എവിടേക്ക് അയക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ട്. ആ പറഞ്ഞതിൽ ആ ഐക്യത്തിൽ തന്നെ ദുരുദ്ദേശമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് സുകുമാരൻ നായർ എത്തുന്നത് അത് സ്വയം തോന്നിയിട്ടായാലും ഈ പറയുന്ന സംഘടനയ്ക്കകത്ത് ബാക്കിയുള്ളവരെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടി വന്നതായാലും ഫലം ചെയ്യുന്നത് ഏറ്റവും ഈ പറയുന്ന നമ്മുടെ സംവിധാനത്തെ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വരുന്നു. ഒരു അപകടകരമായ ഐക്യം, അത് നായർ ഈഴവ ഐക്യം എന്നുള്ളതല്ല, നായാടി മുതൽ നസ്രാണി വരെ എന്ന വർഗീയ ആഹ്വാനത്തിനേറ്റ തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഐക്യം ചത്ത കുഞ്ഞോ എന്നാണ് ചോദ്യം. ജിമി, ഒരു തവണ കൂടി RSSന്റെ പിടിയിൽ നിന്ന് NSSനെ സുകുമാരൻ നായർ ഗംഭീരമായി ക്ലാസിക്കായി രക്ഷിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്തവണ വളരെ പെട്ടെന്ന് തന്നെ സുകുമാരൻ നായർക്ക് ഈ കാര്യം മനസ്സിലായി. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. 2019 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കം നടക്കുമ്പോൾ ആദ്യമായി ഈ സമരം സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി രാഷ്ട്രീയ പാർട്ടികളെല്ലാം മടിച്ചു നിൽക്കുമ്പോൾ NSS ആണ്. നാമജപ ഘോഷയാത്ര നടക്കുന്നു ചെങ്ങന്നൂരിൽ. അതിനുശേഷം പതുക്കെ RSS ഇറങ്ങുന്നു. അതിനുശേഷം കോൺഗ്രസ് ഇറങ്ങുന്നു. അവസാനം ഇതൊരു ഐക്യ സമരമായി മാറുന്നു. RSS ആണ് പലയിടത്തും മുമ്പിൽ വരുന്നത്. NSSൻ്റെ ശാഖകളിൽ, അതായത് കരയോഗങ്ങളിലൊക്കെ RSSൻ്റെയും BJPയുടെ നേതാക്കൾ പങ്കെടുക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ പെട്ടെന്ന് സുകുമാരൻ നായർ ഈ മുന്നോട്ടുള്ള പോക്കിനെ അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. സംഭവം എന്താ? BJPയും RSSും NSSൻ്റെ കരയോഗങ്ങൾ വഴി NSS പിടിക്കാനുള്ള ഒരു ഗംഭീര പ്രോജക്റ്റുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു എന്നുള്ളത് പലർക്കും മനസ്സിലായി. സുകുമാരൻ നായർക്കും മനസ്സിലായി. അവിടെ വെച്ച് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ സമരവും മറ്റ് കാര്യങ്ങളും ഇനിയും അങ്ങോട്ടുള്ള സഹകരണവും വേണ്ട എന്ന് തീരുമാനിച്ച നേതാവിൻ്റെ പേരാണ് സുകുമാരൻ നായർ. അവിടെ വെച്ചാണ് BJPയുടെയും RSSൻ്റെയും പ്ലാൻ പൊളിയുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നത്. എല്ലാവരും ആദ്യം ഞെട്ടി, പിന്നെ പതുക്കെയാണ് ആ വാർത്തകൾ പുറത്തു വരുന്നത്. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം BJP RSSൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു നീക്കമായിരുന്നു വേറൊരു വഴിയിൽ കൂടി NSSനെ അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. കേരളത്തിൽ ഈഴവരുടെയും അതുപോലെ തന്നെ നായന്മാരുടെയും ഒരു 35-36% വോട്ട് കയ്യിൽ കിട്ടാത്തടത്തോളം കാലം അവിടെ ഹിന്ദു പ്രോജക്റ്റ് വിജയിക്കുകയില്ല. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ ഒരു 6 മാസത്തിനിടയ്ക്ക് 60-70 തവണ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് ഇങ്ങനെ വില്ലാളി വീരനായി കുതിച്ചു വരുന്നത്. ഒരു കാല് CPMൻ്റെ വള്ളത്തിലാണ്, CPMുമായി കടുത്ത ഐക്യം. ഇപ്പുറത്ത് സ്വന്തമായി ഉണ്ടാക്കിയ മകനെ അതിൻ്റെ തലപ്പത്ത് നിർത്തിയ NDAയുടെ കൺവീനറാക്കി BDJS എന്ന പാർട്ടിയും ഉണ്ടാക്കി നിർത്തി. അങ്ങനെ 2 കാല് 2 വള്ളത്തിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വേറൊരു അവതാരവുമായി പ്രത്യക്ഷപ്പെടുകയാണ്. ആ വെള്ളാപ്പള്ളി നടേശനാണ് NSSുമായി ഐക്യം വേണമെന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ NSS ഇത് കൊള്ളാം എന്ന് മുമ്പ് ചിന്തിച്ചതുപോലെ ചിന്തിക്കുകയും അതിന് പെട്ടെന്ന് തന്നെ അതിന് ഒരു കൈയടിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞ NSSനോട് സംസാരിക്കാൻ വരുന്നയാൾ ഒരു രാഷ്ട്രീയ നേതാവാണെന്നുള്ളതൊന്നും അദ്ദേഹം 9 ദിവസം മുമ്പ് ആലോചിച്ചത് പോലുമില്ല. അതൊന്നുമല്ല വിഷയം. പക്ഷേ സുകുമാരൻ നായരുടെ വീട്ടിലേക്ക്, സ്ഥാപനത്തിലേക്ക്,
സംവിധാനത്തിലേക്ക് വരുന്ന വെള്ളാപ്പള്ളി നടേശനും മകനും ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ ആൻഡ് കോ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് വരുന്നത്. അടുത്ത ഇലക്ഷനിലേക്ക് വരുമ്പോൾ SNDPയും NSSും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൻ്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറും. സുകുമാരൻ നായർക്ക് അങ്ങനെ രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാവുന്ന ഒരു വലിയ വോട്ട് ബാങ്കിന് സുകുമാരൻ നായരുടെ കയ്യിൽ നിന്ന് മാറുകയും അത് SNDPയുടെ കയ്യിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് വേണമെങ്കിൽ CPM അനുകൂലമായി തിരിക്കാം, വേണമെങ്കിൽ അത് BJPക്ക് അനുകൂലമായി തിരിക്കാം, അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഏറ്റവും അവസാനത്തെ പത്മ പുരസ്കാരങ്ങൾ പുറത്തു വരുമ്പോൾ അത് വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം കൊടുത്തു എന്നുള്ളതല്ല വിഷയം. VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും കൊടുത്തു എന്നുള്ളതാണ്. BJPയുടെ ടാർഗറ്റ് ഈഴവ സമുദായമാണെന്നും അങ്ങനൊരു വലിയ പ്രോജക്റ്റ് ഉണ്ടെന്നും ആ പ്രോജക്റ്റിൻ്റെ പിന്നിൽ നായർ സമുദായത്തെ കൂടെ കെട്ടാനാണ് പദ്ധതിയെന്നും കൃത്യമായി മനസ്സിലാകുന്ന പരിപാടിയായിരുന്നു ഇന്നലത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനം. അതോടുകൂടി ചിത്രം വളരെ വ്യക്തമാണ്. SNDP ഈഴവ വോട്ടുകൾ അതിൻ്റെ മൊത്ത കോൺട്രാക്റ്റ് അച്ഛനും മകനും കൈവശം വെച്ചിരിക്കുന്നു. നായന്മാരുടെ വോട്ട് കൂടി ഈ പുതിയൊരു ബാന്ധവത്തിലോടുകൂടി കൂടെ കൂട്ടിയാൽ ഒരു വളരെ വലിയ വോട്ട് ബാങ്ക് കയ്യിൽ കിട്ടും. അത് നമുക്ക് ഓരോ മണ്ഡലങ്ങളിലും ഇഷ്ടമുള്ളതുപോലെ തിരിച്ചു കൊണ്ടുപോകാം. വെള്ളാപ്പള്ളി നടേശൻ്റെ മുഴുവൻ രാഷ്ട്രീയ നിലപാടുകൾക്കും അദ്ദേഹം ഉണ്ടാക്കുന്ന വിവാദങ്ങൾക്കുമെല്ലാം അത് ഏറ്റുപിടിക്കേണ്ട, അതിൻ്റെ പിതൃത്വം പേരേണ്ട ഒരു അവസ്ഥ NSSനും വരും എന്ന ഒരു സ്ഥിതി വരുമെന്ന് മനസ്സിലാക്കുന്നു. അത് രാഷ്ട്രീയമായി NSSന് ഒരു ഗുണവും ചെയ്യില്ല എന്ന് മാത്രമല്ല, ആത്യന്തികമായി അതായത് കേരളത്തിലെ ഇടതുപക്ഷം കാണാതിരുന്നൊരു വലിയ അപകടം ആത്യന്തികമായി ഇത് BJP ക്യാമ്പിലേക്കായിരിക്കും ഇത് മുഴുവൻ പോവുക എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഡയറക്ടർ ബോർഡ് വിളിച്ച് ഈ നീക്കം മുളയിലെ നുള്ളിക്കളഞ്ഞത്. അതിൻ്റെ വാക്കൽ വളരെ കൃത്യമാണ്, അടഞ്ഞ അധ്യായം എന്നാണ് പറഞ്ഞത്. ഇതൊന്നാം ഭാഗം. പക്ഷേ ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. 2012 എങ്ങനെയാണ് NSS SNDP യോഗം ഐക്യം വന്നത്? 1952 ഇതിനു മുമ്പ് ഒരു ഐക്യമുണ്ടായിരുന്നത്. അതൊരു പഴയ കഥ. ഇത് അന്ന് UDFൻ്റെ ഭരണകാലത്ത് 5ാം മന്ത്രിസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ NSSൻ്റെയും SNDPയുടെയും ഐക്യം വരുന്നത്. മഞ്ഞളാംകുഴി അലിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നു. അതിൻ്റെ പേരിൽ വളരെ വലിയ വിവാദമുണ്ടാകുന്നു. രണ്ടുപേരും രാമനും ലക്ഷ്മണനുമാണ്, ഞങ്ങളെ പിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് 5ാം മന്ത്രിസ്ഥാനത്തിനെതിരെയും അന്നുണ്ടായിരുന്ന നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിങ്ങൾക്കും ലത്തീൻ കത്തോലിക്കർക്കും കൂടുതൽ അവകാശങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നിടത്തുനിന്ന് അതിനെതിരെയുള്ള ഒരു സഖ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഹിന്ദു ഐക്യം വേണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അതിന് ടാർഗറ്റ് ആരായിരുന്നു? ഉമ്മൻചാണ്ടി ആയിരുന്നു. UDFൻ്റെ നേതാവായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരുടെ ആഭ്യന്തര വൈരുദ്ധ്യം, അതായത് എങ്ങനെയാണ് ക്രിമി ലെയർ കാര്യത്തിൽ NSS കേസ് പിൻവലിക്കാൻ പോലും തയ്യാറായി, ക്രിമി ലെയർ പരിധി കൂട്ടണം എന്ന് പറഞ്ഞ ആ കേസ് സുപ്രീം കോടതിയിൽ അവർ പിൻവലിക്കാൻ തയ്യാറായെങ്കിലും മറ്റു പല കാര്യങ്ങളിലും SNDP അവരുടെ നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ച വന്നു, അതും അവസാനം ഉഴപ്പിപ്പോയി. അങ്ങനെ അവസാനം ഇത് ഫെയ്ഡ് ഓഫായി. വീണ്ടും ഇപ്പോൾ ഒരു ടാർഗറ്റ്, ഇതുപോലൊരു ടാർഗറ്റിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് NSSും SNDPയും ഒന്നിച്ചു ചേർന്നത്. അയാളുടെ പേര് VD സതീശൻ എന്നാണ്. VD സതീശനായിരുന്നു പൊതുശത്രു. അതിൻ്റെ പേരിലാണ് ഒന്നിച്ചത്. അവിടെയും ഒരു മുസ്ലിം കണക്ഷനുണ്ട്. ഇദ്ദേഹം ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നതും വല്ലാതെ അവരുടെ പുറകെ പോകുന്നതും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള അവർ പറയുന്ന തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നതൊക്കെ പറയുകയും അങ്ങനെ തുടങ്ങി വളരെ പെട്ടെന്ന് മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒരു വേറൊരു ധാരയിലേക്ക് പോകാതെ ഹിന്ദു ഐക്യം ഉണ്ടാകണം, അത് നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നതിലേക്കും വരികയാണ്. ഈ കാര്യത്തിൽ SNDPയും NSSും സത്യത്തിൽ ഇടതുപക്ഷവുമായി എല്ലാ കാര്യത്തിലും യോജിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ശബരിമലയിലെ ഭക്തന്മാരുടെ ഭക്തസമ്മേളനം നടക്കുമ്പോൾ അതിനെ അനുകൂലിച്ച പാർട്ടിയാണ്, സംവിധാനമാണ് NSS. അതുപോലെ തന്നെ SNDP അങ്ങനെ ഒരു ഐക്യത്തിൽ പോവുകയായിരുന്നു. അതിൽ NSSന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വേള കഴിഞ്ഞാൽ ഇത് BJPയിലേക്കും RSSലേക്കും പോകുന്ന, എങ്ങനെ വേണമെങ്കിലും ഈ സംവിധാനത്തെ തിരിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മാറി, ഇനി അത് അദ്ദേഹം കൊണ്ടുപോകും എന്ന ഒരു അപകടം മനസ്സിലാകുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ നീക്കത്തെ ചെക്ക് വയ്ക്കാൻ സുകുമാരൻ നായർ തയ്യാറായത്. അപ്പോൾ ഒരു പരിധിവരെ ഹിന്ദു ഐക്യത്തിന് വേണ്ടി നിൽക്കും. പക്ഷേ അപകടകരമാം വിധം ഇത് വളരുകയും അത് RSSൻ്റെ പാളയത്തിലേക്ക് പോയാൽ അത് എത്ര വലിയ അപകടമാകുമെന്ന് G. സുകുമാരൻ നായർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് തടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. അത് ഹിന്ദു ഐക്യം തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായി പലതും കിട്ടുന്നു, മന്ത്രിസ്ഥാനം അടക്കമെന്നുള്ളത് G. സുകുമാരൻ നായരുടെ പ്രഖ്യാപന നിലപാടാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറം അത് കളിച്ചാൽ അത് തീക്കളിയാണെന്ന് അറിയാവുന്ന ഒരു സമുദായ നേതാവാണ്. കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും അടുത്ത ഇലക്ഷനിൽ എന്ത് എന്നത് മാത്രം ചിന്തിക്കുമ്പോൾ അതിനപ്പുറം എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായി ഇന്ന് G. സുകുമാരൻ നായർ മാറി. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അദ്ദേഹം ഈ കേരള ചരിത്രത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ ചെയ്ത ഒരു വളരെ വലിയ മുതൽക്കൂട്ടാണ്. ഇന്നത്തെ സഖ്യനീക്കം പൊളിച്ചത് ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലുമാകും. അങ്ങനെയാവും ചരിത്രം ഈ ദിവസത്തെ അടയാളപ്പെടുത്തുക.
ഹിന്ദു നായർ ഈഴവ ഐക്യം ചത്ത കുഞ്ഞു എന്ന ചോദ്യത്തിന് ചത്ത കുഞ്ഞ് തന്നെയാണ് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. ശരിക്കും സുകുമാരൻ നായരെ ഞാനും അഭിനന്ദിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. 2 കാരണങ്ങൾ കൊണ്ട്. കേരളത്തിൻ്റെ സാമുദായിക സന്തുലിതാവസ്ഥയും രാഷ്ട്രീയ സമുദായ ബന്ധങ്ങളെയും അപ്പാടെ ഇളക്കി മറിക്കുമായിരുന്ന RSSന് കേരള രാഷ്ട്രീയം പിടിക്കാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി ഒരുക്കി കൊടുക്കുമായിരുന്നൊരു സാഹചര്യത്തെ, അതിൻ്റെ അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ ദീർഘദർശിത്വത്തിൻ്റെ പേരിൽ സുകുമാരൻ നായർ ഇന്ന് അഭിനന്ദനം അർഹിക്കുന്നു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ ചതി അത് രാഷ്ട്രീയ ചതിയാണ് എന്ന് തിരിച്ചറിയുകയും അത് തുറന്നു പറയാൻ സുകുമാരൻ നായർ കാണിച്ച ധൈര്യത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ CPMൻ്റെ നേതാക്കൾക്കോ അത് ഉണ്ടായില്ല എന്നതും കൂട്ടി തന്നെ നമ്മൾ വായിക്കണം. യഥാർത്ഥത്തിൽ ഈ നായർ ഈഴവ ഐക്യം ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വന്നാൽ അത് ആർക്കാണ് രാഷ്ട്രീയമായി ഗുണമാവുക എന്നതുകൂടി പരിശോധിക്കണം. ഞാൻ 2 കാര്യങ്ങൾ പറയാം. 1, ഇപ്പോഴുള്ള ഈ ഐക്യം ആരെയാണ് സഹായിക്കുക? യഥാർത്ഥത്തിൽ 1950 ഈ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുമ്പോൾ അത് RSSൻ്റെ ഒരു സ്പോൺസേഡ് പ്രോജക്റ്റ് ആയിരുന്നു. അന്ന് ഹിന്ദു ഐക്യവേദിയുടെയും അന്ന് ഹിന്ദു മഹാമണ്ഡലം ശങ്കറും മന്നത്തു പത്മനാഭനും ചേർന്ന് രൂപീകരിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായിരുന്നു. അതും അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു ആശയം തന്നെയായിരുന്നു, അല്ലെന്ന് പറയാൻ കഴിയില്ല. 1980 തിരുക്കൊച്ചിയിലുണ്ടായിരുന്ന കോൺഗ്രസിലെ ക്രൈസ്തവ ആധിപത്യത്തെ എതിർത്തുകൊണ്ടും അവർണ ഹിന്ദു സമുദായത്തിൻ്റെ പ്രാതിനിധ്യ അവകാശത്തെ വെല്ലുവിളിച്ചുകൊണ്ടുമാണ് അന്ന് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളായ ഈ 2 പേരും മന്നത്തും ശങ്കരും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കാൻ ഇറങ്ങുന്നത്. ഓർമ്മിക്കണം, 1949 കൊല്ലത്ത് വെച്ചും പിന്നീട് കോട്ടയത്ത് വെച്ചും 2 സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അന്ന് കോൺഗ്രസ് നേതാക്കൾ ഈ മഹാസമ്മേളനത്തെ വിളിച്ചത് വർഗീയ സമ്മേളനം എന്നാണ്. നോക്കൂ, വർഗീയ സമ്മേളനം എന്നാണ്. കാരണം അന്ന് ആ കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷമായിരുന്നു അന്നത്തെ ഹിന്ദു ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ഹിന്ദു ഐക്യം പിന്നീട് കുറച്ചുകൂടി ആരുടെ പ്രൊജക്റ്റാണെന്ന് മനസ്സിലായത് 1950-ലാണ്. 1950 വിശാലമായ ഹിന്ദു മഹാസമ്മേളനത്തിന് പെരുന്ന സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവിടെയാണ് മന്നത്ത് പത്മനാഭപിള്ള പത്മനാഭൻ എന്ന പേരിലേക്ക് ചുരുങ്ങുന്നത്. അവിടെ ശങ്കർ നേരിട്ടിരുന്നത് മകനെയല്ല, തുഷാ വെള്ളാപ്പള്ളിയല്ല പെരുന്നയിലേക്ക് അയച്ചത്. അന്ന് ശങ്കർ തന്നെ നേരിട്ട് വരുന്നു. മന്നവും ശങ്കരും ചേർന്നാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ ബോർഡുണ്ടായിരുന്നു. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത മെയ് മാസത്തിൽ 1900 മെയ് മാസത്തിൽ ഒരു വലിയ സമ്മേളനം കൊല്ലത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ അതിഥിയായി സ്വീകരിച്ചിരുന്നത് ആരെയാണെന്നറിയാമോ? സാക്ഷാൽ ശ്യാമപ്രസാദ് മുഖർജിയെ. ശ്യാമപ്രസാദ് മുഖർജി വന്നില്ല. പകരം അവിടെ ആർത്രേ എന്ന് പറയുന്ന RSS നേതാവാണ് എത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, 1950 കൊല്ലത്ത് നടന്ന ആ വലിയ ഹിന്ദുമത സർവ്വസമ്മേളനത്തിൽ ഒരു RSS നേതാവാണ് അതിഥിയായിട്ട് എത്തിയതെങ്കിൽ ഇന്ന് 2026 അത്തരം ഒരു ഹിന്ദു ഐക്യ സമ്മേളനം നടന്നാൽ അതിഥിയായിട്ട് എത്താൻ പോകുന്നത് BDJSൻ്റെ നേതാവായ തുഷാ വെള്ളാപ്പള്ളിയാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാര്യം ഐക്യത്തിന് ആദ്യം നീക്കം കുറിച്ചിരിക്കുന്നത് തുഷാ വെള്ളാപ്പള്ളിയാണ്. SNDPയുടെ പ്രതിനിധിയായിട്ടാണ് എത്തുന്നതെങ്കിൽ പോലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ചർച്ചയാകുമെന്ന് തിരിച്ചറിഞ്ഞു സുകുമാരൻ നായർ എന്ന പ്രത്യേകതയാണ്. ആ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം അവിടെ കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. 1982 ആകുമ്പോഴേക്കും അത് വലിയ രീതിയിലുള്ള പ്രസ്ഥാനമായിട്ട് മാറുന്നു. അതിനിടയ്ക്ക് 1958 എറണാകുളത്ത് വെച്ച് നടക്കുന്ന വലിയൊരു യോഗത്തിൽ സാക്ഷാൽ ഗോൾവാൾക്കറിനെ സ്വീകരിക്കുന്നുണ്ട്. സാക്ഷാൽ ഗുരുജി ഗോൾവാൾക്കറിനെ മാലയിട്ട് സ്വീകരിക്കുന്ന ആ ചടങ്ങിൽ അന്ന് അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത് സാക്ഷാൽ മന്നത്ത് പത്മനാഭനായിരുന്നു. ആ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ഗുണം ആർക്ക് കിട്ടി? അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ആരെങ്കിലും കൊയ്തോ എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അന്നില്ലാത്തത് കൊണ്ട് RSSന് വലിയ രീതിയിൽ വോട്ട് പടർത്താൻ സാധിച്ചില്ല. പക്ഷേ ഓർമ്മിക്കണം, 1982 അതിനുശേഷം നടക്കുന്ന ഈ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ വലിയ സമ്മേളനം, നിലയ്ക്കലിലെ പ്രക്ഷോഭം, ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി 84 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്നാണ് കേരളത്തിൽ ആദ്യമായി തെക്കൻ തിരുവിതാംകൂറിൽ അഥവാ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി ഒരു BJP സ്ഥാനാർത്ഥി P. കേരളവർമ്മ രാജ 3ാമത്തെ സ്ഥാനത്തേക്ക് വരുന്നത്. ഓർമ്മിക്കൂ, തിരുവനന്തപുരത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ നീലലോഹിത നാടാരെ 3ാമത് പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് വരുന്നു. അവിടെയെല്ലാം ഈ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രകമ്പനങ്ങളായിരുന്നു. അത് RSSന് അന്ന് രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഐക്യം അങ്ങനെ രൂപപ്പെടുകയാണെങ്കിൽ അതിൽ ഉണ്ടാക്കാവുന്ന വോട്ട് വേരിയേഷൻ 5% ആണെങ്കിൽ പോലും ചുരുങ്ങിയ 20 മുതൽ 25 വരെ സീറ്റുകൾ BJPയുടെ കയ്യിലേക്ക് പോകുമെന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായരെ കൊണ്ട് ഈ ഐക്യകാഹളത്തെ ഇപ്പോൾ തിരസ്കരിക്കാൻ
സ്വീകരിക്കാനും ഇപ്പോൾ നിഷേധിക്കാനും ഇടയാക്കിയത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അപ്പോൾ ചരിത്രത്തിലൂടെ വന്നാൽ ഈ ഹിന്ദു ഐക്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് വിശാല ഹിന്ദു എന്ന് പറയുന്ന ഒരു RSSന്റെ ഗ്രാൻഡ് ഡിസൈനാണ്. ആ ഗ്രാൻഡ് ഡിസൈനിലേക്ക് കാലാകാലങ്ങളിൽ NSSും ഈഴവ സമുദായത്തെയും കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടു. ഏത് തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP നടത്തുമെന്നത് പ്രേക്ഷകർക്കറിയാം. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ, BJPയിൽ ഈ ഭാരതരത്ന വെച്ചുകൊണ്ട് നടത്തിയ കളി. ബീഹാറിൽ ഭാരതരത്ന കൊടുത്തത് ആർക്കാ? കർപ്പൂരി താക്കൂറിന് കൊടുത്തപ്പോൾ ആരെയാണ് ഒപ്പം നിർത്തിയത്? ഒരു വലിയ സമുദായത്തെ മാത്രമല്ല, സോഷ്യലിസ്റ്റ് വിഭാഗത്തെയും JDUവിനെയും പ്രീണിപ്പിച്ച് ഭാരതരത്ന കൊടുത്താണ് കർപ്പൂരി താക്കൂർ ഫോർമുലയുടെ രാഷ്ട്രീയം പൊളിച്ചത് BJP. അതിനുശേഷം ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു സാക്ഷാൽ ചരൺ സിംഗിന് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്തും ഭാരതരത്ന കൊടുക്കുമ്പോൾ ജാട്ട് വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ, ചൗധരി ചരൺ സിംഗിന് കൊടുക്കുന്ന സമയത്തും ജാട്ട് വിഭാഗത്തെ ഒപ്പം നിർത്താൻ സഹായിച്ചു. RLD NDയിലേക്ക് പോയി. അപ്പോൾ പത്മ പുരസ്കാരങ്ങളും ഭാരതരത്ന പുരസ്കാരങ്ങളും വെച്ച് സമുദായങ്ങളെ ഒപ്പം കൂട്ടുക എന്നുള്ളത് കേരളത്തിൽ മാത്രം പരീക്ഷിച്ച ഒന്നല്ല. അതിൻ്റെ തുടർച്ചയായിരുന്നു വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം കൊടുത്തത്. ആ പത്മ പുരസ്കാരം കൂടി വരുന്നതോടുകൂടി സുകുമാരൻ നായർ ഉറപ്പിക്കുന്നു ഇതിന് പിന്നിലുള്ള ഗ്രാൻഡ് ഡിസൈൻ അത് BJPയുടേതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയൂ, അന്ന് സുകുമാരൻ നായർ ഈ ഐക്യത്തെ സ്വാഗതം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് വരുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ വാർത്ത പുറത്തുവിടുന്നു തുഷ വെള്ളാപ്പള്ളിയാണ് ഐക്യ സന്ദേശവുമായിട്ട് എത്താൻ പോകുന്നത്. അന്ന് അദ്ദേഹം വളരെ ഇന്നസെൻ്റ് ആയിട്ടത് പറഞ്ഞു. പക്ഷേ അതിനുശേഷം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, തലസ്ഥാനത്ത് പ്രധാനമന്ത്രി ഒരു വലിയ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി. അതിൻ്റെ മുഖ്യ വേദിയിൽ ആദ്യത്തെ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന കക്ഷി ഈ BDJSന്റെ നേതാവായ തുഷ വെള്ളാപ്പള്ളിയാണ്. അത് കഴിഞ്ഞ് NDA യോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് ഈ തുഷ വെള്ളാപ്പള്ളി NSSന്റെ ക്യാമ്പിലേക്ക് വരുന്നത്. നോക്കൂ, പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ സന്നിഹിതനായി NDA ക്യാമ്പിൽ പങ്കെടുത്ത് അതിനുശേഷം NSS ക്യാമ്പിലേക്ക് വരുന്ന തുഷ വെള്ളാപ്പള്ളി ആരായിട്ട് കാണണം? ഒരു ഈഴവ പ്രതിനിധിയായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? SNDP പ്രതിനിധിയായിട്ട് കണക്കാക്കാൻ കഴിയുമോ? അവിടെയാണ് സുകുമാരൻ നായരുടെ സിക്സ്ത് സെൻസ് മന്ത്രിക്കുകയും അത് യഥാർത്ഥത്തിൽ ഒരു ദീർഘദർശിത്വമായി മാറുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം താനെടുത്ത തീരുമാനത്തെ തൻ്റെ ഡയറക്ടർ ബോർഡിനെ അപകടത്തിലാക്കണ്ട എന്ന് കരുതി അദ്ദേഹം ഡയറക്ടർ ബോർഡിനെ വിളിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ അന്നെടുത്ത തീരുമാനം നിലവിലത്തെ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, നമുക്ക് മറ്റ് സാമുദായിക വിഭാഗങ്ങളോടും മറ്റു മതവിഭാഗങ്ങളോടുമുള്ള ഒരു സമുദായ ഐക്യം എന്ന ആശയത്തെ അത് തടസ്സപ്പെടുത്തും. സാമുദായിക സൗഹാർദ്ദത്തെ അത് നശിപ്പിക്കും. രണ്ട്, നമ്മൾ ഇതുവരെ പിന്തുടർന്നു വന്ന രാഷ്ട്രീയത്തിലെ സമദൂരം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അത് പൊളിക്കും. ഈ രണ്ടാശയങ്ങൾ ഇല്ലാതായാൽ പിന്നെ NSSനൊരു നിലപാടില്ല. NSS അന്നും ഇന്നും എന്നും നിലനിൽക്കാൻ ശ്രമിച്ചിരിക്കുന്നത് മറ്റ് ഇതര മതവിഭാഗങ്ങളോടുള്ള സമുദായ സൗഹാർദ്ദത്തിലും ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള സമദൂരത്തിലുമായിരുന്നു. അതിനെ ഘടകവിരുദ്ധമായൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ് ഇന്ന് പ്രസ്താവനയിൽ സുകുമാരൻ നായർ പറഞ്ഞത്. ഇന്ന് പങ്കെടുത്തവരിൽ 100%, 26 പേരോ മറ്റോ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പൂർണ്ണമായും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സുകുമാരൻ നായരെ അനുകൂലിച്ചു. ഒരേതൊരു അഭിപ്രായം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഐക്യത്തോടു കൂടിയാണ് ഈ ഐക്യപ്രമേയം നിരസിച്ചത് NSS എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇതിലെ രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ആർക്കായിരിക്കും? ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ ചതി തിരിച്ചറിഞ്ഞു സുകുമാരൻ നായർ എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ചതി തിരിച്ചറിഞ്ഞിട്ട് അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ അദ്ദേഹം ആർജവം കാണിച്ചു. കോൺഗ്രസ് കാണിച്ചോ? BJP കാണിച്ചോ? ഈ ഐക്യം വരുന്ന സമയത്ത് എല്ലാവരും വളരെ മനോഹരമായിട്ട് ഉരുണ്ട് കളിക്കുകയല്ലേ ചെയ്യുന്നത്. ഐക്യം വന്നോട്ടെ. ഐക്യം വരുന്നതിന് ഇപ്പോൾ എന്ത് ഐക്യമാണ് കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത്? നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ അത് ഐക്യകാഹളമായിരുന്നില്ല. അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ മുസ്ലിം വിരുദ്ധ കാഹളമായിരുന്നു അത്. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പ്രസ്താവന വർഗീയമായ പ്രസ്താവനയാണെന്നും അതിലൊരു മുസ്ലിം വിരുദ്ധതയുണ്ടെന്നും ആ മുസ്ലിം വിരുദ്ധ ഐക്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നതെന്നും ഈ ഇടതുപക്ഷത്തെ നേതാക്കളും പറഞ്ഞില്ല, കോൺഗ്രസ് നേതാക്കളും പറഞ്ഞില്ല. വസ്തുതയല്ലേ നമ്മുടെ മുന്നിലുള്ളത്? എല്ലാവരും പറഞ്ഞെന്താ? ഉരുണ്ട് കളിക്കുകയാണ്. കാര്യം എന്താ? ഈഴവ വോട്ടാണ്. ഒരു നേതാവ് പറഞ്ഞെന്താ? ഐക്യമല്ലേ, സമുദായ ഐക്യം. എന്ത് സമുദായ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്? നായരും ഈഴവരും നായാടിയും അടക്കം ക്രിസ്ത്യാനികളെ ചേർത്തുപിടിച്ച് ആർക്കെതിരെ നീങ്ങണം എന്നുള്ളതാണ്. ഐക്യം എന്നുള്ളത് സമുദായത്തിൻ്റെ ഐക്യമല്ല, മറ്റൊരു മതസമുദായത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാഹളമായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചറിയണമായിരുന്നു. അത് തിരിച്ചറിയാതെ ഒരു സമുദായ നേതാവ് അത് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുമ്പോൾ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കില്ലാത്ത ഒരു ധൈര്യം കൂടി സുകുമാരൻ നായർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഇന്നെടുത്ത തീരുമാനം വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ
ശരീരത്തിൽ, കേരളത്തിൻ്റെ സാമൂഹിക ശരീരത്തിൽ വലിയ മുറിപ്പാടുണ്ടാക്കാൻ പോകുമായിരുന്ന, ആഘാതമുണ്ടാക്കാൻ പോകുമായിരുന്ന തീരുമാനത്തെ തിരുത്തുകയാണ് ചെയ്തത്. അതും വെള്ളാപ്പള്ളി നടേശൻ്റെ ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയ ചതിയാണ്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡീസിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് അദ്ദേഹം അത് പ്ലാൻ ചെയ്തത്? ഹിന്ദു ഐക്യമുന്നണിയുടെ, ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ഐക്യമുന്നണിയുടെ ഒരു നേതാവിൻ്റെ ഡിസൈനിലാണ് യഥാർത്ഥത്തിൽ ഈ ആശയം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വിശാല ഹിന്ദു എന്നുള്ള ആശയത്തെ മാറ്റി ഇനി ബി ജെ പിക്ക് ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് കേക്കുമായിട്ട് പോവാൻ കഴിയില്ലെന്നേ. ഒരു ഭാഗത്ത് ജാർഖണ്ഡിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും ചാണകം തീറ്റിക്കുന്നു ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരെ ചാണകം തീറ്റിക്കുന്ന ബി ജെ പിക്ക് കേക്കുമായി കേരളത്തിലെ ഒരു ക്രൈസ്തവ ഭവനത്തിലും പോകാൻ കഴിയില്ല. അതിനവർക്കൊരു ഷോർട്ട് കട്ട് വേണം, അതിനവർക്കൊരു പിൻഡോർ വേണം. ആ ഷോർട്ട് കട്ടാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനിലൂടെ സാധ്യമാക്കാൻ ശ്രമിച്ചത്. അതാണ് വളരെ ക്ലിയർ ആയിട്ട് സുകുമാരൻ നായർ പൊളിച്ചടിക്ക് കൈ കൊടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ സുകുമാരൻ നായർ ഇന്നത്തെ ദിവസം രാഷ്ട്രീയമായ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുമായിരുന്ന ഒരു വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റിനെ, അത് രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ആർജവം കാണിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കാണിച്ച ആർജവത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഐക്യം ചത്ത കുഞ്ഞാണ്. ഇനി ഇത്തരത്തിലുള്ള ചത്ത കുഞ്ഞുങ്ങളെയും നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പെരുന്തയിലേക്ക് വരേണ്ടതില്ല. ഇനി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെ കേരളം ഇനി എത്രമാത്രം പത്മവിഭൂഷണത്തോടുകൂടി ഇരുന്നാൽ പോലും പറഞ്ഞ വാക്കുകൾ പിൻവലിച്ചില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഐക്യകാഹളത്തെ കേരളം കാണുന്നത് വർഗീയ കാഹളമായിട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള ടേക്ക്. നായർ ഈഴവ ഐക്യം ചത്തകുഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. ഈ 2014 ഫെബ്രുവരി മാസം 8-ാം തീയതി ഇതുപോലെ ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് 28-ാം തീയതി പോയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗം നടത്തി. എന്താണെന്നറിയോ? പിന്നെ മന്നത്ത് പത്മനാഭരുന്ന കസേരയിൽ ഒരു മന്ദബുദ്ധിയാണ് കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞാണ് അന്ന് പിന്നെ സുകുമാരൻ നായരെ കുറിച്ച് പറഞ്ഞ്. അന്ന് സുകുമാരൻ നായർ അടുത്ത ദിവസം പ്രസംഗം നടത്തി സുകുമാരൻ പറഞ്ഞു, ഇനി SNDPൻ്റെ ജനറൽ സെക്രട്ടറി ഉള്ളോടത്തോളം കാലം ഇനി ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാവില്ല എന്ന് പുള്ളി അന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഈ ബൈറ്റം കാര്യം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. കാരണം ഇത് കണ്ടാൽ അത്രയധികം മോശം. ഈ 18-ാം തീയതി തുടങ്ങിയില്ല, ഇപ്പോൾ ഈ 8-ാം തീയതി തുടങ്ങിയിട്ട് 28-ാം തീയതി വരെ പുള്ളി പറഞ്ഞതിനൊരു കൈയും കണക്കുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ, ഈ പറഞ്ഞ സുകുമാരൻ നായരെ കുറിച്ചിട്ട്. അത്ര മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിട്ട് അലക്കുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച്, കറക്റ്റ് 12 വർഷമായിട്ടുള്ളൂ. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഞാൻ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഈ വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളീനെ BDJSൻ്റെ പ്രസിഡൻ്റ് ആക്കിയതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവി അവസാനിച്ചു എന്നുള്ളതാണ്. കാരണം SNDP പോലൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കേണ്ട ഒരാളാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി. ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെയൊക്കെ തലപ്പത്ത് തുഷാറിനെ കൂടി എത്തിക്കണം. അതിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പന്ത്രപ്പാടാണ് ഈ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ ഇത് SNDPൻ്റെ ഈ കാര്യങ്ങളെല്ലാം നടത്താൻ പോകുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി കൂടി NSSുമായി ചർച്ച നടത്തട്ടെ, അങ്ങനെയുള്ള രീതിയിലേക്ക് മാറ്റിവിടാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. പക്ഷേ അതിനേക്കാളും വലിയ പിന്നെ ആളാണ് സുകുമാരൻ നായർ. അദ്ദേഹത്തിന് ആ കാര്യം തന്നെ മനസ്സിലായി. കാരണം എന്താണ്? പിന്നെ പ്രായം ആധിക്യം ചെന്ന് 2 ആൾക്കാരെ തുഷാറിനെ പോലെ ഒരാൾ വന്നിരുന്ന് ഈ പറയുന്ന ഹിന്ദു സമുദായത്തെ മുഴുവൻ ഒറ്റയ്ക്ക് ഭരിക്കാനാണ് പോകുന്നത് എന്നുള്ള ധാരണ പുള്ളിക്ക് മനസ്സിലായി. അതോട് കൂടിയിട്ട് പുള്ളി പറഞ്ഞു, ആ അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ തുഷാർ അങ്ങോട്ട് വിളിച്ച സമയത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വരട്ടെ ചോദിച്ചാൽ വരണ്ട എന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, തലേ ദിവസം അങ്ങനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാണ്, അന്നേരം അത് ആലോചിച്ചിട്ടില്ല പുള്ളി. അത് മാത്രമല്ല, BDJS പോലെ BJPയുടെ ഏറ്റവും മുതിർന്ന ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ നേതാവിനെ പറഞ്ഞു വിട്ടിട്ട് ഈ SNDP NSS തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ ആരാണ് മോൻ? അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? കാരണം ഈ നായാടി മുതൽ നമ്പൂതിരി വരെ കുടത്തിൽ താമര വിരിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഒരു സമയത്ത്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ജാഥ നടത്തി, നൗഷാദിനെ പിന്നെ ചീത്തയൊക്കെ വിളിച്ച് കേസൊക്കെ എടുത്ത് തിരുവനന്തപുരത്ത് വന്ന് സമ്മേളനം നടത്തി. അവിടെ സമ്മേളനത്തിൽ വലിയ വായിൽ പിന്നെ സംസാരിച്ച് പിന്നെന്താണ് അമിത്ഷാനെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ നടത്തി. കുടത്തിൽ ഞങ്ങൾ താമര വിരിക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ തലപ്പത്ത് ഞാനാണത് നയിക്കുന്ന ആൾ, ഇത് തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇതിൻ്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താണ്. എല്ലാം പൊളിഞ്ഞടുങ്ങി. ഇപ്പം എന്താ സംഭവം? ഒരു സ്ഥലത്ത് പോലും അത്രയും 35 സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും കാശ് പോലും കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താണ്? ഹിന്ദു ഐക്യം ഉണ്ടായാൽ മാത്രമേ ഇത് നടപ്പിലാവുകയുള്ളൂ എന്നുള്ളതാണ്. ഏതെങ്കിലും 1-2 സീറ്റിൽ BJP ജയിച്ചാലുണ്ടല്ലോ, എന്താ പറയാൻ, ഈ സംവിധാനം നടന്നിരുന്നെങ്കിൽ
ഈ പറഞ്ഞ NSS SNDP യോഗം ഈ എന്താണ് ഐക്യം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു 2 സീറ്റിൽ ജയിച്ചാൽ മതി. പിന്നെ പുള്ളി കേന്ദ്രത്തിൽ എന്താ പറയാൻ പോകുന്നത് അറിയോ? ഞങ്ങൾ ഐക്യം ഉണ്ടാക്കിയതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്നുള്ളത്. അതിനുള്ളൊരു ശ്രമമാണ് പുള്ളി നടത്തിയത്, അല്ല വേറെ ഒന്നും ഇതിനകത്ത് നടത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ ഇടതുപക്ഷത്തോടു കൂടി ഭാഗത്തായിട്ട് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഒരക്ഷരം ഈ നട്ടലിലുള്ള നേതാക്കന്മാരില്ലാതായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. പണ്ട് 54 സമ്മേളന സമയത്ത് അത് വർഗീയ സമ്മേളനമാണ് നടക്കുന്നതെന്ന് പറയാൻ തൻ്റെ ഇടയിലുള്ള നേതാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? നട്ടലിലുള്ള നേതാക്കന്മാരില്ല, ഇതൊരു വർഗീയ മുന്നണിയാണ് നടന്നത്. അപ്പോഴും പല നേതാക്കന്മാർ വന്ന് പറയുമോ ഐക്യം ഉണ്ടാവുന്നത് നല്ലതല്ലേ, ഐക്യം ഉണ്ടാകുന്ന നല്ലതല്ലേ, എന്താ ഐക്യമുള്ളത്? ഏത് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊരു ഐക്യം ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. അതൊരു നല്ല ഐക്യമാണെന്ന് പറഞ്ഞ നേതാക്കന്മാരാണ് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇലക്ഷൻ തൊട്ടടുത്ത് നിൽക്കുക എന്നുള്ള പേടിയാണ് നേതാക്കന്മാർക്ക്. ഇലക്ഷൻ ഇനി അതായത് 30-90 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ വരാൻ പോവാണ്. ഈ ഇലക്ഷനിൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ബാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഐക്യം നല്ലതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഐക്യം നല്ലതല്ല എന്ന് പറയും. ഏത് ഞാൻ എന്താണ് മതേതര പാർട്ടിയുടെ മതേതര നേതാക്കന്മാരായിട്ട് ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ രായ്ക്ക് രാമായണം പ്രസംഗിച്ചു കൊടുക്കുന്ന നേതാക്കന്മാരാണ്. എവിടെ ചോദിച്ചാലും ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് എന്താണ്, ഒരു വർഗീയ മുന്നണി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെതിരെ പിന്നെ സംസാരിക്കാനോ അത് ശക്തമായി എതിർക്കാനോ ഒരു നേതാവും കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ പോയി അവസ്ഥ എത്തി നിൽക്കുന്നതെന്ന്. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ തള്ളി സുകുമാരൻ നായർ ഇന്ന് അദ്ദേഹം കാണിച്ച ഒരു തൻ്റെ ഇടം ഉണ്ടല്ലോ, അത് ചില്ലറ തൻ്റെ ഇടമല്ല കേട്ടോ. കാരണം കാരണം ഒരു 2 മാസം കഴിഞ്ഞിട്ട്, പണ്ട് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ മുന്നണി ഉണ്ടായിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് 12 തുടങ്ങി 14 വരെ സമയം ഉണ്ടായിരുന്നു. ആ 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ തന്നെ തള്ളി പറഞ്ഞത് പുള്ളിക്ക് കാര്യം മനസ്സിലായി കേട്ടോ, ഇത് ഏത് ലെവലിലാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അത് തൻ്റെ അടുത്തോടു കൂടി വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഐക്യമില്ല, ഇങ്ങനൊരു സംവിധാനമില്ല, ഇനി SNDP ആയിട്ട് ഒരു പരിപാടിയില്ല, അത് ആ അധ്യായം ക്ലോസായി എന്നുള്ളത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒന്ന് പറയും. ഒരെന്താണ് പിന്നെ പത്രസമ്മേളനം നടത്തി എല്ലാവരോടും വ്യക്തിയായിട്ട് പറഞ്ഞു. അപ്പം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്ന് പറയുന്നത് പഴയ കേരളം തന്നെയാണ് കേട്ടോ. ഇനി ഒരു വർഗീയ കേരളമില്ല, ലീഗായിട്ട് നിൽക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഞാൻ ഈ ഐക്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയ ഏറ്റവും വലിയ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ SNDP നേരെ പറയുകയാണ് ലീഗ് മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ സ്ഥലത്ത് NSS മുസ്ലിങ്ങൾ കൂടെ നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഐക്യപ്പെടാൻ പോകുന്നത്. അതെങ്ങനെയാണ് യോജിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ ബന്ധശത്രു എന്ന് പറയുന്നത് ലീഗും മുസ്ലിംസുമാണ് അല്ലേ? അപ്പോൾ അവരെ തള്ളി പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവർ ഐക്യത്തിന് വേണ്ടി വരുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അങ്ങനെ മുസ്ലിങ്ങളായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം കേരളത്തിൽ അങ്ങനെ എല്ലാവരും ഒന്ന് ജീവിച്ചു പോകുന്നതെന്ന്. അത് യോജിക്കാനേ പോകുന്നില്ല എന്ന്, അങ്ങനെ യോജിക്കാനേ പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുറച്ചും കൂടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, ഇതിന് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിൽ ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശന് പറഞ്ഞു വിടാനൊരു നേതാവെങ്കിലും ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? തുഷാർ വെള്ളാപ്പള്ളി അല്ലാതെ ഈ വെള്ളാപ്പള്ളി നടേശന് പറഞ്ഞു വിടാനൊരു നേതാവില്ലാന്നേ. ഏത് നേതാവിനെയാണ് പറഞ്ഞു വിടുക? ഞാൻ പറഞ്ഞു SNDPക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് നേതാവാണ് ഉള്ളത്? വെള്ളാപ്പള്ളി നടേശന് പറഞ്ഞു വിടാൻ നേതാവില്ലാതായി എന്നുള്ളതാണ് സത്യം. സ്വന്തം മകനേ ഉള്ളൂ. ആ മകനെയാണെങ്കിൽ കൊണ്ട് BJPക്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു വേറെ മകനില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ സുകുമാരൻ നായർ പറഞ്ഞല്ലോ, ഇത് മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിടണ്ടേ? അങ്ങനെയൊന്നും നേതാവില്ല എന്ന് SNDPക്ക്. അത് സ്വന്തം പോക്കറ്റ് കമ്പനിയായി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പോക്കറ്റ് വെച്ചേക്കാണ്. അവരതനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു നേതാവിന് സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ടില്ല. ആരാ? പ്രസിഡന്റിനെ വിടാൻ പറ്റുമോ? പ്രസിഡന്റിനെ വിടാൻ പറ്റില്ല. പ്രസിഡന്റ് പോയി അവിടെ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും നടന്നു പോയാണ്ടല്ലോ, ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നു പോയാൽ ടെൻഷനാണ് പുള്ളിക്ക്. മനസ്സിലായോ? അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ പോകണം. ഞാൻ പോയാൽ ശരിയാവാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ പോകാൻ പറ്റില്ല. അപ്പോൾ മകൻ തന്നെ വിടുക എന്നുള്ളതാണ്. അപ്പം ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നേ. കേരളത്തിൽ കാരണം ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും പെട്ടെന്ന്. 1, 2, 3 പത്രസമ്മേളനം കൂടി ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാര്യത്തിനകത്തും കോൺഗ്രസിനും പറ്റുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അവസ്ഥ. ജനങ്ങൾക്ക് കേരളത്തിൽ മനസ്സിലായിട്ടുണ്ട്. ഇതേ അവസ്ഥ അത് കോൺഗ്രസ് മനസ്സിലാക്കിയാൽ മതി. എന്താണോ NSS ഇപ്പോൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്, അത് നടപ്പിലാക്കിയ പോലെ തന്നെ കോൺഗ്രസ് എന്താണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് നല്ലതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ പാപഭാരം എന്ന് കോൺഗ്രസ് ഉണ്ടോ അന്ന് വരെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരു ഇടവേള കൂടി വേണം. ഐക്യം ചത്ത കുഞ്ഞോ എന്നുള്ളതായിരുന്നു ചോദ്യം. 4 പേരും യെസ്. Meet the editors.